CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത സ്ഥാനാർത്ഥി പട്ടികയിൽ മുൻമന്ത്രി കെ ശൈലജയുടെയും സ്പീക്കർ AN ഷംസീറിന്റെയും പേരുകളില്ല. 2 ടേം പിന്നിട്ടവർ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മട്ടന്നൂരിനെ പ്രതിനിധീകരിക്കുന്ന ശൈലജയെയും തലശ്ശേരിയെ പ്രതിനിധീകരിക്കുന്ന AN ഷംസീറിനെയും മാറ്റി നിർത്തിയത്. എന്നാൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ച പട്ടികയിലെ 2 ടേം പിന്നിട്ട 3 നേതാക്കളുടെ പേരുകളുണ്ട്. കാസർഗോഡ് ഉദുമയിൽ CH കുഞ്ചമ്പുവിന്റെയും തൃക്കരിപ്പൂരിൽ VPP മുസ്തഫയെയും മത്സരിപ്പിക്കാനാണ് ധാരണ. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായാണ്. ശ്രീജിത്ത്, ഈ 2 ടേം വ്യവസ്ഥ എന്നതിൽ ഇളവ് നൽകാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടല്ലോ, ആലോചനയിലുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും മട്ടന്നൂരിൽ നിന്ന് കെ ശൈലജയുടെയും അതുപോലെ തന്നെ ഇപ്പോൾ തലശ്ശേരിയിൽ AN ഷംസീറിന്റെ ഒക്കെ പേരുകൾ ഒഴിവാക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുണ്ടാവുക? ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ് കെ ശൈലജ. അപ്പോൾ പട്ടന്നൂരിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കാനുള്ള സാധ്യതയാണോ ഉള്ളത്? അതുപോലെ തന്നെ MP നികേഷ് കുമാറിന്റെ പേര് പട്ടികയിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോളിറ്റ് ബ്യൂറോ നാളെ യോഗം ചേരുന്നു. അതോടൊപ്പം തന്നെ തുടർന്ന് അങ്ങോട്ട് ജില്ലാ കമ്മിറ്റികൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയ പട്ടിക അത് സംസ്ഥാന നേതൃത്വം പരിശോധിച്ച ശേഷം വീണ്ടും ചർച്ചകളിലേക്ക് കടക്കും. എന്താണ് CPM ഈ 2 ടേം വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആശയക്കുഴപ്പമുണ്ടോ? ജി കെ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ 2 ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകാനുള്ള തീരുമാനം CPIM ഔദ്യോഗികമായി ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. അതിനുള്ള അധികാരം CPIMന്റെ സംസ്ഥാന സമിതിക്കാണ്. മറ്റന്നാൾ നടക്കുന്ന, അതായത് ഈ മാസം 28 നടക്കുന്ന CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സംസ്ഥാന സമിതി ചേരും. ആ യോഗത്തിലായിരിക്കും 2 ടേം നിബന്ധനയുടെ കാര്യത്തിൽ ഇളവ് നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമാവുക. എന്തായാലും ഇപ്പോൾ 2 ടേം നിബന്ധന ഇല്ല എന്ന മട്ടിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വിജയസാധ്യത മാത്രം കണക്കിലെടുത്തുകൊണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്താനാണ് CPIMന്റെ ആലോചന. കാരണം നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. 3ാം ടേം കേരളത്തിൽ അധികാരത്തിൽ വരാൻ ഇടയുള്ള ഒരു അവസ്ഥയുണ്ട്. അത് മുതലെടുക്കാൻ പരമാവധി സിറ്റിംഗ് MLA തന്നെ മത്സരിപ്പിക്കണം. സിറ്റിംഗ് MLA മത്സരിച്ചാൽ 10 വോട്ടുകൾ അധികം കിട്ടുമെന്ന ഒരു വിലയിരുത്തലാണ് CPIM നേതാക്കൾക്കുള്ളത്. അതുകൊണ്ടാണ് ഈ 2 ടേമിന് കാര്യത്തിൽ ഇളവ് നൽകണമെന്ന തീരുമാനം വരുന്നത്. എങ്കിലും ഔദ്യോഗികമായ തീരുമാനം ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നത് സംസ്ഥാന സമിതിയിലാണ്. എന്നാൽ ഇന്നലെ ചേർന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ചേർന്ന CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി യോഗത്തിൽ ചർച്ച ചെയ്ത പേരുകൾക്കിടയിൽ കെ ശൈലജയുടെയും ഒപ്പം തന്നെ AN ഷംസീറിന്റെയും പേരുകളില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവിടെ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായ പയ്യന്നൂർ MLA TI മസൂദനെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള തീരുമാനം എടുക്കുമ്പോഴും നേരത്തെ GK സൂചിപ്പിച്ച പോലെ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ച കെ ശൈലജയുടെ പേര് മട്ടന്നൂരിൽ നിന്ന് ഉയർന്നു വന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 2 ടേം പിന്നിട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ ശൈലജയുടെയും ഒപ്പം തന്നെ തലശ്ശേരി MLA ആയ AN ഷംസീറിന്റെയും പേര് അവിടെ ഒഴിവാക്കിയത്. മുഖ്യമന്ത്രി അക്കാര്യം കാര്യങ്ങളിൽ പിന്നീട് സംസ്ഥാന നേതൃത്വത്തിൽ തീരുമാനമെടുക്കാമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്നത് ഈ ചില പ്രധാനപ്പെട്ട നേതാക്കളെ മാറ്റി നിർത്താനുള്ള ഒരു ഇടപെടലാണോ, അല്ലെങ്കിൽ അവർക്ക് സീറ്റ് നൽകാതിരിക്കാനുള്ള ഇടപെടലാണോ എന്ന തരത്തിലുള്ള സംശയങ്ങളും ചർച്ചകളും CPIMനകത്ത് ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശൈലജയുടെയും ഷംസീറിൻ്റെയും പേരുകൾ അവിടെ നിന്ന് ഒഴിവാക്കിയത് യാദൃച്ഛികമായി പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ കാണുന്നില്ല. എന്തായാലും ഏറ്റവും ജനകീയനായ നേതാവ് എന്ന നിലയിൽ കെ ശൈലജയുടെ പേര് ഇല്ലാതെ വരികയാണെങ്കിൽ അത് CPIMനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും സംസ്ഥാന നേതൃത്വമാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ആ തീരുമാനത്തിന് ശേഷം മാത്രമേ ശൈലജ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉറപ്പിക്കാൻ കഴിയൂ. GK ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.